കുട്ടിക്കാനം വഴി കുമ്മളിക്കും കട്ടപ്പനയ്ക്കും ഒക്കെ ഈ റൂട്ടിൽ പോകുന്ന ആണോന്നറിയത്തില്ല. ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയൊരു പോയിൻ്റാണിത്. വണ്ടി ചാർജിങ്ങിനിടാം. ഇവിടെ ചായയുടെ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്. ടീയും ഫ്രഷ് കോഫിയും ഫിൽറ്റർ കോഫിയും ഒക്കെ കിട്ടുന്ന ഓപ്പൺ കിച്ചൺ റെസ്റ്റോറൻറ്റിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോവുകയാണ്. പഞ്ചീവി ചാർജ് ചെയ്യാൻ CMC അമല ഹോസ്റ്റൽ. പണ്ട് എൻ്റെ മോള് ഇവിടെയാണ് പഠിച്ചത്. അവര് പിള്ളേരൊക്കെ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഹോട്ടലാണിത്. വാഗമണ് നേരെ പീരിമേട് 4 കിലോമീറ്റർ, കുമിളി നേരെ, ഏലപ്പാറ നേരെ, കട്ടപ്പന ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുക. മരിയൻ കോളേജ്, ആ കാണുന്ന മരിയൻ കോളേജിലാണ് എൻ്റെ മൂത്ത മോള് ഇവിടെ MBA പഠിച്ചത്. അപ്പൊ കട്ടപ്പനയ്ക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. ദേവികുളം, ഇടുക്കി, കട്ടപ്പന, വാഗമൺ. നമ്മൾ ഇടുക്കിക്ക് പോവുകയാണ്. അതൊക്കെ എഴുതിയിരിക്കുന്നത് കൊള്ളാം, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു കിലോമീറ്ററും കൂടെ എഴുതിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ AC ഒന്നും വേണ്ട, പക്ഷെ തുറന്നിടുമ്പോൾ കാറ്റിൻ്റെ ഒരു അടിയും ഒച്ചയൊക്കെ കേൾക്കാം. AC-യുടെ ആവശ്യമില്ല, AC ഓഫ് ചെയ്യാം. നല്ല തണുപ്പുള്ള നല്ല അടിപൊളി അന്തരീക്ഷമാണ്. സൂപ്പർ ക്ലൈമറ്റ്, നേരിയ വെയില്, നല്ല തണുത്ത കാറ്റ്. ഗ്ലാസ്സൊക്കെ താത്തിട്ട് ഞങ്ങൾ പോവാണ്. കാരണം അത്ര നല്ല ശുദ്ധവായു ഉള്ളപ്പോൾ പിന്നെ AC ഇട്ട് വായു കളയേണ്ട കാര്യമില്ലല്ലോ. മൈക്കൽ ഇച്ചിരി കാറ്റടിക്കുന്ന കാണും. എന്നാലും അപ്പം ആ കാറ്റടിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ചെറിയ തണുപ്പ് തോന്നില്ലേ? ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. എന്തൊരു കാറ്റ്, എന്തൊരു തണുപ്പ്, നല്ല ക്ലൈമറ്റ്. ഓരോന്നിൽ വെള്ളം വീഴുന്നുണ്ടോ? വൈപ്പർ തന്നെ മഞ്ഞ് വീണിട്ടാന്ന് തോന്നുന്നു അല്ലേ? മഞ്ഞുതുള്ളി വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. വൈപ്പർ തന്നെ വൈപ്പ് ചെയ്യുന്നു. അതിന്റെ ഒരു പുതിയ റോഡ് അതിന്റെ ഒരു പുതിയ റോഡ് ഏതെങ്കിലും പ്രോപ്പർട്ടിയിലോട്ടായിരിക്കും. അല്ല റിസോർട്ടോ വല്ലതും തുടങ്ങിയത്. എന്തോ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആ മഴ തൂളുന്നു, അതാണ് അത്ഭുതം. മഴ തൂളുന്നു. അതെ, വണ്ടിയുടെ വൈപ്പർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് വൈപ്പർ തന്നെ അടിക്കുന്നു. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഓർന്നത്. ഇനി വല്ല കേടുപോയതാണോ? ഇപ്പോഴല്ലേ പിടികിട്ടിയ മഴ തൂളുന്നു, ചെറുതായിട്ട് നൈസായിട്ട് മഴ തൂളുന്നു. അതാണ് വൈപ്പർ അടിച്ചതിന് കാരണം. കയറ്റില്ല, വെള്ളം വീഴും. സർവ്വരോഗാണുക്കളുള്ള വെള്ളമായിരുന്നു വരുന്നത് ഈ മഴയിൽ. കാരണം ഒത്തിരി നാളായിട്ട് ഉള്ള മഴയാണല്ലോ. ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം മിക്കവാറും തന്നെ എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനും ഒരു പ്രശ്നങ്ങളും ഇന്ന് വരെ കാണിക്കാത്തൊരു നല്ല ചാർജിങ് സ്റ്റേഷനാണ്. പിന്നെ അവർക്ക് റേറ്റും ന്യായമായ റേറ്റും ഉണ്ട്. റേറ്റ് അവർക്ക് കുറവാണ്. വളരെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചാർജിങ് സ്റ്റേഷനാണ് ഗോയിസി. എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ EV ഒക്കെ എന്ന് പറഞ്ഞ് നല്ല വേറൊരു ചാർജിങ് സ്റ്റേഷൻ കൂടെ ഉണ്ട്. അതും നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്.
അത് ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു സംഘടന ഉണ്ട്, ഇലക്ട്രിക് വെഹിക്കിളുകാർക്ക് ഓൾ കേരള. ആ സംഘടനയുടെ യിലുള്ള ആൾക്കാരെല്ലാം കൂടി ഷെയർ ഇട്ട് തുടങ്ങിയിരിക്കുന്ന ചാർജിങ് സ്റ്റേഷനാണ് പള്ളിക്കുന്ന്. അവിടെ ഇതിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്ക് ചാർജിങ്ങിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ മെമ്പർഷിപ്പ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ പേരിന് അവസാനം ഒരു ടിക്ക് വന്ന് കിടക്കും. ആ ടിക്കുള്ള ആൾക്കാർക്ക് പൈസ കുറവുണ്ട് ചാർജ് ചെയ്യുമ്പോൾ, സാധാരണ ആൾക്കാർ ചാർജ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പൈസ കുറവാണ് അവിടെ, എങ്കിലും ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വീണ്ടും പൈസ കുറവ് വരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്നാണേലും ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ക്ലൗഡിയാണ്, ശരിക്കും മൂടിയിട്ടുണ്ട്. ഇന്നൊരു മഴ പെയ്യാനുള്ളൊരു ചാൻസൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വെയിലൊന്നുമില്ല, ഒരു മങ്ങിയ കാലാവസ്ഥ. നിങ്ങൾക്ക് കാണാമല്ലോ, ആകാശം മേഘാവൃതമാണ്. അതായത് ആകാശവാണിയുടെ ഭാഷ പറഞ്ഞാൽ ആകാശം മേഘാവൃതമാണ്. അന്തരീക്ഷം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നു. കട്ടപ്പനയ്ക്കൊക്കെ പണ്ട് ഇതിൻ്റെ പകുതി വീതിയുള്ള റോഡായിരുന്നു. ഇത് കണ്ടോ, കട്ടപ്പനയ്ക്കുള്ള റോഡ് കണ്ടോ, നല്ല കിടുക്കാച്ചി റോഡായി. നേരത്തെ ഞങ്ങൾ പോയപ്പോൾ അവിടെ പണി കുറേയും കൂടെ തീരാനുണ്ടായിരുന്നു. ഇപ്പൊ തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ടൂറിസ്റ്റുകൾ തേയിലത്തോട്ടം കാണാൻ പോയതാണോ അതോ തേയില ഫാക്ടറി കാണാൻ പോയതാ? ഒരു ടൂറിസ്റ്റ് വണ്ടി വന്ന ആൾക്കാരെല്ലാം കൂടെ തേയില ഫാക്ടറി ഉണ്ട് മേളില്. തേയില ഫാക്ടറി കണ്ടിട്ട് ഇറങ്ങി വരുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ നമ്മൾ ഓരോ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോവാണ്. ഈ കേരളത്തിന്റെ യഥാർത്ഥ ഭംഗി ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഇരിക്കുന്നത്. ആ പാറകളൊക്കെ കണ്ടോ, പിന്നെ രസമാണ്. ഈ മലകളും മലനിരകളുമാണ് കേരളത്തിനെ ഇതുപോലെ സസ്യശ്യാമള കോമളമാക്കുന്നത്. കാരണം ഈ മലകളുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ മഴ പെയ്യുന്നത്. വരുന്ന കാർമേഘങ്ങൾ ഈ മലയിൽ തട്ടി ഇവിടെ മഴ പെയ്യുന്നു. ഈ മലയുടെ തൊട്ടപ്പുറയുള്ള തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നുമില്ല. അപ്പം നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം സംഭരിച്ച് നമ്മൾ തമിഴ്നാടിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന വെള്ളം നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദര തുല്യരായ തമിഴ്നാട്ടിലെ ഓരോ ജനത്തിനും ആ വെള്ളം കൊടുക്കാൻ നമുക്ക് കടമയുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നുമുണ്ട്, കൊടുക്കുകയും ചെയ്യും. അപ്പം ഇത് കണ്ടോ, പാറകളെല്ലാം വെട്ടി അരിഞ്ഞ് ഒക്കെയാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാറയ്ക്ക് ചുറ്റും ഇങ്ങനെ റിങ് പോലെയുള്ള റോഡാണ്, റിങ് റോഡ് എന്ന് പറയും. പാറയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടത്തി ഇങ്ങനെ സ്ലൈറ്റായിട്ട് കയറ്റം വെച്ച് ആ കയറ്റത്തിൽ ഇങ്ങനെ കയറി മണ്ടയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നല്ല പരന്ന സ്ഥലമായിട്ടൊക്കെ തോന്നിയാലും നല്ല ഒരു കയറ്റമാണ് നമ്മൾ എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ഇറക്കവും വരും. പക്ഷേ ഫുള്ളായിട്ട് പറഞ്ഞാൽ കയറ്റമാണ് കൂടുതൽ. കാരണം നമ്മൾ ഓരോ മലയുടെ മണ്ടയിലേക്കാണ് പോകുന്നത്. ഒരു അന്തരീക്ഷം കൊള്ളാം. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിയായ ഒരു പ്രതീതിയാണ് രാവിലെ 10 മണിക്കുള്ള സമയത്ത് കിട്ടുന്നത്. ഇപ്പം നല്ല സൂര്യനൊക്കെ തെളിഞ്ഞ് നല്ല വേനൽക്കാലമാണ്. അങ്ങനെ ഇത്രയും നാൾ ഒത്തിരി ദിവസമായിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്യാതെ വരണ്ട് കിടന്നിട്ട് അത് വീണ്ടും മഴ പെയ്തതാണ്. ഓരോ തുള്ളി മഴകൾ ഇങ്ങനെ വീഴുന്നുണ്ട്. ആ മഴ വീഴുന്നത് നിങ്ങൾക്ക് കാണാം, ഗ്ലാസ്സിൽ കാണാം. നമ്മുടെ വൈപ്പർ ഇങ്ങനെ തൂത്ത് കളയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടേക്കാം. വല്ല പൊടിയൊക്കെ ഉണ്ട് പൊക്കോട്ടെ. കാരണം കഴുകി പോകാൻ മാത്രം മഴ വരാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
കട്ടപ്പനയ്ക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ വിൻ്റർ കാലത്തൊക്കെ ഇങ്ങനെ കുറേ ഈ ചുമന്ന ഇലയുള്ള മരങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ ഈ പച്ചപ്പല്ലാതെ ഈ മൊത്തത്തിൽ മഞ്ഞ കളറും ചുമല കളറും ഉള്ള മരങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ മരങ്ങൾ നോക്കിയാൽ നിങ്ങൾ രണ്ട് സൈഡും ഇഷ്ടം പോലെ അതുപോലത്തെ മരങ്ങൾ ഇവിടെയും ഉണ്ട്. കണ്ടോ, ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇപ്പോൾ. കണ്ടോ, നല്ല രസമുള്ള റെഡ് യെല്ലോ കളറുകളിലുള്ള മരങ്ങൾ. ഇതെന്നാ കൂട്ടുമരമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കാണുന്നു, ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. വല്ല ബോട്ടണി പ്രൊഫസറോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാം ഇത് ഏത് ഫാമിലിയിൽ പെടുന്നതാണെന്ന്. എൻ്റെ ചാച്ചനോട് ചോദിച്ചാൽ അറിയാം. അങ്ങേര് ബോട്ടണി പ്രൊഫസർ ആയതുകൊണ്ട് പുള്ളിക്ക് ഈ മരങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഏത് കാട്ടിൽ കയറിയാലും ഇത് ഏത് ഫാമിലിയിൽപ്പെട്ട ആളാണെന്നും ഏത് സ്പീഷീസിൽ വന്നതാണെന്നും ഏത് രാജ്യത്തുള്ള മരമാണെന്നും ഒക്കെ ചാച്ചന് അറിയാൻ പറ്റും. നമുക്ക് ചാച്ചൻ്റെ വിദ്യാഭ്യാസം വല്ലതും ഉണ്ടോ? നമ്മൾ ശിശു, നമുക്കിതൊന്നും അറിയത്തില്ല. ഇതിങ്ങനെ കാണാം എന്ന് മാത്രം. അപ്പൊ തേയിലത്തോട്ടം കണ്ടല്ലോ. തേയിലത്തോട്ടം, പിന്നെ ഓരോരോരോ മരങ്ങൾ. എന്നാ മരങ്ങളാണോ എനിക്കറിയില്ല. കണ്ടോ, ദൂരെ കണ്ടോ മലകളിൽ കൃഷി ചെയ്തിരിക്കുന്ന എന്തൊരു പ്രകൃതി ഭംഗിയാണ്. ഇവിടെ ഒന്ന് നിർത്തുകയാണ്. നിർത്തി ഈ പ്രകൃതിയുടെ ഭംഗി, കുറേ വീടുകൾ ഇരിക്കുന്നതും എല്ലാം കൂടെ കാണിക്കാം. മറ്റേ ക്യാമറയിലെടുക്കാം. ഈ ക്യാമറയിൽ ഇവിടെ നിൽക്കുവാണല്ലോ. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യുവാണേ.
ഇതാണ് ഏലപ്പാറ ടൗൺ. ഇവിടെ പക്ഷെ ആ വഴി പോകണ്ടെന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. കട്ടപ്പന ചെന്നിട്ട് പോയാൽ മതിയെന്ന്. പുളിയന്മല കോഴിക്കാനം. എന്നാണേലും ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടുത്തെ തണുപ്പ് കൊള്ളാൻ. ഏലപ്പാറ ഉപ്പുതറയ്ക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഉപ്പുതറ ഇനി നമ്മൾ ഉപ്പുതറയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ തേയിലത്തോട്ടത്തിനകത്തൂടെ കൊളുന്ത് തുള്ളുന്നതാണ് ഇടയ്ക്ക് ഇടവഴിയിട്ടിരിക്കുന്നത്, അറിയാലോ. ഇത് കുറെ വർഷങ്ങൾ നിൽക്കും തോന്നുന്നു. ഇതൊക്കെ നല്ല പ്രായമുള്ള തേയിലയാണല്ലോ നിൽക്കുന്നത്. ഒത്തിരി ഒരു ചെറിയ ബോൺസായി നിൽക്കുന്ന പോലെ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ബോൺസായി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. കട്ടപ്പന 30 കിലോമീറ്റർ ഉണ്ട് ഇനി. വളവും പുളവുമായോണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമാവും.
മഴ കഴിഞ്ഞ് ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞു. അതായിരുന്നു മഴ. ചെറുതായിട്ട് എന്തൊക്കെയോ വിഷം പൊടിച്ചു വീണു. എന്ത് രസമായി മരങ്ങൾ നിൽക്കുന്നത്. ഏതെല്ലാം നിറം മരങ്ങളെ എൻ്റെ പൊന്നെ കാണാവുന്ന നിറത്തിലുള്ള പൂക്കൾ. എന്തെല്ലാം പൂക്കളാ. വയലറ്റ് പൂവ്, ചുമലപ്പൂ, മഞ്ഞപ്പൂ, വെള്ളപ്പൂവ്. വനമാണ്. ഏതായാലും കൃഷി ചെയ്യുന്ന നേരത്ത് ഇത് കൂട്ടി ചെടികൾ നടുകയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീടുകളുണ്ടല്ലോ. ഇത് കണ്ടോ, അതെന്നാ മൂടിയിട്ടേക്കുന്ന ഇത്രയും മുഴുവൻ. അതെന്നാ സാധനം? അത് കൈതക്കാണോ? ഇതല്ല, ഏലം. ഓ, ഏലത്തിന് വെയിലടിക്കാതിരിക്കാണ്ടിരിക്കുന്നത്. എന്നാ നല്ല ഓക്സിജനല്ലേ. ഒരു ശ്വാസം മുട്ടലോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല. നല്ല ബ്രീത്തിങ് സുഖം. ഈ ഓക്സിജൻ എടുക്കാൻ തന്നെ കാര്യമാണെന്നല്ല എറണാകുളത്തൊക്കെ ഉള്ളവർ. എറണാകുളത്തൊക്കെ എന്നാ പൊല്യൂഷനാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് സിറ്റി എന്ന് പറയുന്നത് എറണാകുളമാണ്. ഇതാണ്ട് വേറെ ഒരു മരം നട്ടിരിക്കുന്നു. അതേത് നേരം അത്. ഓ, അവിടെ ഈ മരങ്ങൾ, ഈ ഇടയ്ക്കൂടെ നട്ടിരിക്കുന്ന മരങ്ങളെ വെറൈറ്റി മരങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ തേയിലക്ക് തണല് നട്ടിരിക്കുന്ന. അല്ല, നമുക്ക് ദൂരം നോക്കുമ്പോൾ വനമാണെന്ന് തോന്നുന്നതായിരിക്കും. തേയിലക്കുള്ള തണൽ മരങ്ങളായതൊക്കെ ഈ പൂത്ത് നിൽക്കുന്നത്. കമുക് കണ്ടോ, എന്ത് കമുകാന്ന്. കമുക് കമുക് ഒരു തണലുമാണ്, ഒരു ഇടവിളയാണ്. കൊള്ളാം. തേയിലക്ക് ഇടവിളയായിട്ട് കമുക്. തെങ്ങ് നിൽക്കാൻ ചാൻസ് കുറവാ, കാറ്റടിച്ചിട്ടേ. തെങ്ങ് അതിലേ ഉണ്ട്, ഒന്ന് രണ്ടുണ്ടോ. പക്ഷെ തെങ്ങല്ലല്ലോ, തെങ്ങ് പോലെ നിൽക്കുന്ന എന്തോ ഒരു സാധനം. തെങ്ങ് ഒരെണ്ണം പോലും ഇല്ല കേട്ടോ. തെങ്ങ കാറ്റടിച്ച് നിൽക്കുകയല്ല, അതായിരിക്കും. കമുകിനൊരു കുഴപ്പമില്ല, കമുക് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ കൊന്ന ഇത് കുമളിക്ക് പോകുന്നതിന് സൗന്ദര്യമാണല്ലോ കട്ടപ്പനയ്ക്ക്. കുമളിയിൽ ഇത്രയും സൗന്ദര്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ പിന്നെ കട്ടപ്പനയ്ക്ക് അങ്ങനെ വരാറില്ലല്ലോ. കട്ടപ്പനയ്ക്ക് അങ്ങനെ വരാറില്ലാത്ത കൊണ്ട് നമുക്ക് ഇത് ചപ്പാത്ത്. ഓ, ഇതാണ് ചപ്പാത്ത് എന്ന് പറയുന്നത്. ചപ്പാത്തി വെള്ളം കയറി, ചപ്പാത്ത് മൂടി, വരി അടഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി ചപ്പാത്തിൻ്റെ ചെങ്കരയ്ക്ക് പോകുന്ന വഴി. ചെങ്കര, ഇതാണ് ചപ്പാത്ത്. എൻ്റെ പൊന്നെ, ഈ ചപ്പാത്ത് എപ്പോഴും ഓരോ മഴ പെയ്യുമ്പോഴും ഒക്കെ ഇവിടെ എല്ലാം പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഈ ചപ്പാത്തെല്ലാം മൂടുന്നതാണ് എപ്പോഴും. ഈ മൂടി കിടന്നിട്ട് ഈ കടകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ വന്ന് അതൊക്കെ ശരിയാക്കി വരുന്നുള്ളെന്ന് തോന്നുന്നു.
കാണുമ്പോൾ ഇത് കയറ്റമല്ലെന്ന് തോന്നിയാലും നല്ല കുത്തനെയുള്ള കയറ്റം ഇതല്ല. അതെ അതെ. ഉപ്പുതറയ്ക്ക് ബസ്, കോട്ടയം ബസ്, കോട്ടയം കട്ടപ്പന. ഇവിടെ തന്നെ പെരുന്നാളാണ്, ഇപ്പോൾ അമ്പലത്തിലെ ഉത്സവമാണ്. ഉത്സവമാണ്. ഏത്തനും പോത്തനും ഏത്തപ്പഴവും പോത്തും. ഇത് കണ്ടോ, പഴയ തോരണം കണ്ടു, നമ്മുടെ ചെറുപ്പത്തിലുള്ള കൂട്ട് തോരണം. രസമുണ്ട്. ഇപ്പൊ ഇത് കൂട്ട് തോരണമൊക്കെ കാണാൻ ഭയങ്കര കുറവാണ്. കലായിറച്ചിക്കട. ഇതാണ്ട് അടുത്ത് ഒരു വെടിക്കെട്ട് പള്ളി. ഈ പള്ളിക്ക് എന്താണോ പേര്, സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. നരിയമ്പാറ സ്ഥലം ഇതല്ലേ, നരിയമ്പാറ. ഇവിടെയെല്ലാം ഏലത്തിന് ഇത് കണ്ടില്ലേ, ഷെയ്ഡിന് വേണ്ടി പൊക്കിയാ കെട്ടിയിരിക്കുന്നത് കണ്ടോ. അത് കൊള്ളാം. വെയിൽ ത്രൂ അടിച്ച് ഏലം എല്ലാം കരിഞ്ഞു പോയിരിക്കും. കൊള്ളാം. പിന്നെ അത് കൂട്ടിയിടാതെ ഒരു പന്തലിട്ടാൽ കോവിലോ പാവലോ കയറ്റി ഇട്ടാൽ മതി. അത്രയും വേണ്ടതാണ്, മനസ്സിലായില്ലേ. പന്തലിട്ട് തീരെ ഒത്തിരി ഷെയ്ഡായി കഴിഞ്ഞാൽ ഏലം കായ്ക്കുകയില്ല. അല്ല, നനയ്ക്കുന്നുണ്ടല്ലേ, ഏലം നനയ്ക്കുന്ന ഓസ് വെച്ചിട്ടുണ്ടോ, മൊത്തം നനച്ചോണ്ടിരിക്കുക. എല്ലാ പണിയെടുത്താലല്ലേ ഇച്ചിരി നേരം കർഷകർക്ക് കിട്ടുന്നത്. അതെ അതെ അതെ. കർഷകരുടെ ഒരു കഷ്ടപ്പാടോ എല്ലാം. അപ്പൊ അത് വളരെ നേരുള്ള പണമാണത്, ദൈവം തരുന്ന പണമാണത്. ആ പൈസ 20 ഏക്കർ കൽത്തൊട്ടി, ആ പൈസ ഒരിക്കലും പോകല, എന്നും നിൽക്കുന്ന തമ്പുരാന്റെ പൈസയാണ്. കാൽവരി മൗണ്ടെന്ന് ഇതിനടുത്തുള്ള ഒരു പള്ളിയാണ്, സെൻറ്റ് ജോർജ് പള്ളി. ആ പള്ളിയുടെ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സംഗതികൾ. ഓക്കെ, അങ്ങോട്ട് നമ്മൾ കയറി പോകാൻ പോവാണ്.
ചർച്ച് കാൽവരി മൗണ്ടിലാണ് ഈ സാധനം. ഈ സിസ്റ്റർമാരോട് ചോദിച്ചു നീയേ ഇത് ഉള്ളോന്ന് ചോദിച്ചേ. ഇതിപ്പോൾ ഇത്ര ഉള്ള ഇത് ഇങ്ങനെ ഇവിടെ ചെയ്തെന്ന് പറഞ്ഞു നിങ്ങളും കാണാൻ വന്ന ഇതിലെ മേളിലേക്ക് കയറത്തില്ലല്ലോ, നടന്ന് കയറി പോവാം. ഇത്രയും ഭാഗത്തല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഉള്ളിൽ പോയില്ല. ആ പുതുതായിട്ട് തുടങ്ങിയതല്ലേ, അത് ഉണ്ടല്ലോ അല്ലേ. കാറ്റുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്ന? കോതമംഗലം, കാഞ്ഞിരപ്പള്ളി. ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നതാണേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ പള്ളിയുടെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് പിടിച്ചിടാന്ന് ഓർത്ത് വന്ന. അപ്പോൾ ഇവിടെ കാൽവരി മൗണ്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ വരുന്നവർ ഇവിടെയും വരുമല്ലോ. മുൾമുടി, ഈശോയെ കുരിശെ തറച്ച ചുറ്റിക, ആണി. ആ ഇത് ഇച്ചിരി റിസ്ക്കാണ്, നല്ല കയറ്റോ. ആ പണ്ടത്തെ മരക്കുരിശ് മറിഞ്ഞു പോയായിരിക്കാൻ ആ ശരിക്കും ഈശോയെ മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നു. അതെയോ? ഓഹോ ഹോ. കുർബാനയാണോ നടക്കുന്നത്? ഇനി എപ്പോഴാണ് കുർബാനയുള്ളത്? ഒരു കോതമംഗലത്തിൽ നിന്ന് വന്നു. ഇവിടെ കാണോ കിട്ടുന്നുണ്ടോ? ഞാൻ ഇച്ചിരി പറയും ഇവിടെ വന്നോ, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. രാവിലോട്ട് നോക്കി. ഇതൊക്കെ എടുത്തോ, ഈ കുരിശും. ജെൻസി ഞാൻ വന്നേ, ഞാൻ വന്നേ, വന്നേ.
കോതമംഗലത്ത് നിന്ന് സിസ്റ്റർമാരാണിത്. അവരിത് കണ്ട് അറിഞ്ഞു വന്നതാണ്. ഇതാണ് സെൻറ്റ് ജോർജ് പള്ളി. ഓക്കെ അല്ലേ. നിങ്ങളും കോതമംഗലത്ത് നിന്ന് വന്നാണോ? ഒരു വണ്ടി ആളുണ്ടോ? കാഞ്ഞിരപ്പള്ളി ടൗണിൽ തന്നെ. ഞങ്ങൾ ഇവിടെ ആദ്യം വരുന്ന ഇപ്പോൾ പുതുതായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് യൂട്യൂബ് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ആരും ഇട്ടിട്ടില്ല ഇതുവരെ. സോണി ജിൻസി. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് സോണി ജിൻസി എന്നാണ്. ഓക്കെ സിസ്റ്റർ. വളരെ മനോഹരമായൊരു മെഴുകുതിരിയാണ്. LED ആണ്. ഇപ്പോൾ ഇത് കത്തി നിൽപ്പുണ്ട് ശരിക്കും. നേർച്ച പാട്ടോലോറസ്യ രക്ഷാകര രഹസ്യത്തിൻ്റെ ശില്പാവിഷ്കാരം സമുച്ചയം. ദ അർഫട്ടിക് കളക്ഷൻ ഓഫ് ദി സേവിയേഴ്സ് സീക്രട്ട്. ഗെത്സമൻ പ്രാർത്ഥന, യേശുവിനെ ഒറ്റിക്കൊടുക്കൽ, പീലാത്തോസിൻ്റെ കൊട്ടാരം, പീഡാനുഭവവും കുരിശുമരണവും, യേശുവിൻ്റെ കൽപ്പന, യേശുവിൻ്റെ കല്ലറ, യേശുവിൻ്റെ ഉയർപ്പ്, സ്വർഗം, സെഹിയോൻ ഊട്ടിശാല, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് തുടങ്ങിയവയാണ് ഇതിനകത്തുള്ളത്. സെൻറ്റ് ജോർജ് ചർച്ച് കാൽവരി മൗണ്ട് വാക്കിംഗ് വിത്ത് ജീസസ് ജൂബിലി ഇയർ 2025
കാൽവരി മൗണ്ടിൽ വരുന്നവർ സെൻറ് ജോർജ് പള്ളി ഒന്ന് സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രോട്ടോ ആണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കാൽവരി മൗണ്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 അണക്കെട്ടുകളെ ആണ് ഇവിടെ ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇടുക്കി, കുളമാവ്, ചെറുതോണി. ഈ 3 അണക്കെട്ടുകളുടെ ജലസംഭരണിയാണ് നമുക്ക് കാണാൻ പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ചെന്നതുപോലെ നമുക്ക് തോന്നും. സ്വിറ്റ്സർലൻഡിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാവുന്ന സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ച, ഒരു പെയിൻറ്റിങ് പോലെ മനോഹരമായ കാഴ്ച. വലിയ കുത്തനെയുള്ള കയറ്റമാണ്. ആ കയറ്റത്തിൽ നമ്മൾ കയറി പോവുകയാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് ഈ കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ബോണസായിട്ട് കിട്ടിയതാണ് ഈ സെൻറ് ജോർജ് പള്ളിയുടെ ഗ്രോട്ടോയും കാര്യങ്ങളും. അത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ മേളിൽ നിന്നൊരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. വഴിക്ക് വീതി കുറവായതുകൊണ്ട് നമ്മൾ ആ വണ്ടി അവിടെ നമ്മൾ നിർത്തിയത് ആ ജീപ്പിനെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്. ആ ജീപ്പ് കടന്നു പോയി കഴിയുമ്പോൾ നമുക്കും കയറിപ്പോവാം. 2 വണ്ടികൾക്ക് സുഗമമായിട്ട് കടന്നു പോകാനുള്ള ഇട ഇവിടെ ഇല്ല. അതിഭയങ്കരമായ ഒരു മലമുകളാണിത്. അവിടേക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ റോഡ് ഒരുവിധം ശരിയാക്കിയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് ചെന്നതുപോലെ നമുക്ക് തോന്നും. അത്ര മനോഹരമാണ്. ഒത്തിരി ആൾക്കാർ സന്ദർശിച്ചിട്ടുള്ള, എല്ലാ ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ ചോദിച്ച ആൾക്കാർ മുഴുവൻ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാനും അവിടെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. പിന്നെ കുരിശിൻ്റെ വഴിയൊക്കെ ഇവിടെ കുരിശെല്ലാം നാട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കാൽവരി മൗണ്ട് എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി ഈ മലയുടെ മണ്ടയിലേക്കാണ് പോകുന്നത്. മുകളിൽ ഒരു വരെ ഈ കുരിശുകൾ നാട്ടിയിരിക്കുന്നത് നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ആ കണ്ട വഴിയാണ് അത് കയറിപ്പോകുന്നു തോന്നുന്നു. നമ്മൾ നേരെ തന്നെ പോവുകയാണ്. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ബസ്സിൽ വന്ന് ഇറങ്ങുന്നവർക്ക് കയറിപ്പോകാനായിട്ട് ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പിൽ കൊണ്ടേ ആക്കും. ഇതിപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, വാസ്കോഡി ഗാമ പണ്ട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയ ഒരു വ്യൂ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ എന്താണെന്ന് ഞങ്ങൾ കയറി നോക്കിയില്ല. അവിടെ 50 രൂപ ഫീസൊക്കെ കൊടുത്താൽ അതിൻ്റെ മണ്ട കയറാം. ഒരു കപ്പലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കടലിൽ ഒരു കപ്പൽ കിടക്കുന്ന പോലെയുള്ള ഒരു വ്യൂ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മളൊന്ന് നിർത്തി കണ്ടു. അപ്പം ഞങ്ങൾ വേറൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഇച്ചിരി വിശദമായിട്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഡാഷ് ക്യാം ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ അസൗകര്യമുണ്ട്. വീണ്ടും നമ്മൾ കയറ്റം കയറി പോവുകയാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു 1.5 കയറ്റമാണ്. ഒരുവിധം കയറ്റം വലിക്കുന്ന എല്ലാ വണ്ടിയും കയറിപ്പോകും. റോഡ് ക്ലിയറാണ്. റോഡിന് കട്ടറോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. റോഡ് നല്ല ക്ലിയറായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല സ്പീഡിൽ കയറി പോവുക. കാരണം എതിരെയൊക്കെ വണ്ടി വരുന്നതുകൊണ്ട് നമുക്കതെല്ലാം നോക്കി സൈഡൊക്കെ കൊടുത്ത് വേണം നമുക്ക് കയറിപ്പോകാം. അത് അവിടെ കയറി ചെന്ന് ഇത് കാണാതെ കാൽവരി മൗണ്ടിൽ വന്നിട്ട് പോകുന്ന ഒരാൾക്ക് വൻ നഷ്ടമാണ്. പിന്നെ മഞ്ഞുള്ള കാലത്തൊക്കെ അവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കോടയൊക്കെ ഇറങ്ങും. ഇതിപ്പം നമ്മൾ ഈ മാസത്തിലായതുകൊണ്ട്, ഈ ഫെബ്രുവരി മാസത്തിലായതുകൊണ്ട് നമുക്കിവിടെ നല്ല വെയിലാണ്. എന്നാലും നല്ല തണുത്ത കാറ്റും ചൂടൊന്നുമില്ല. വെയിലടിച്ചാലും നമുക്ക് ചൂടൊന്നും തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു വ്യൂ ഇപ്പം നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. മഞ്ഞുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാനോ ആസ്വദിക്കാനോ സാധിക്കില്ല. ഇപ്പോഴത്തെ ഈ സമയം ശരിക്കും ഇത് ഫുള്ളായിട്ടും കാണാനും ചെയ്യും. ഒത്തിരി വെള്ളമൊന്നും കയറി കിടക്കാത്തതുകൊണ്ട് കൊച്ചു കൊച്ചു ദ്വീപുകൾ പോലെയാണ് ഇത് തോന്നുന്നത്. കൊച്ചു കൊച്ചു ദ്വീപുകൾ പോലെ വളരെ മനോഹരമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് 40 രൂപ മേടിക്കുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേറെ 25 രൂപയും മേടിക്കുന്നുണ്ട്. അത് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. ആ എമൗണ്ട് മേടിക്കുന്നതിന് നമുക്കൊരു ചെറിയ ബാത്റൂം ഫെസിലിറ്റിയൊക്കെ തരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പൈസ വാങ്ങുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചും കൂടെ മുമ്പോട്ടും കൂടെ ഫോറസ്റ്റ് വകുപ്പിനും എല്ലാവരും കൂടി നല്ല സംയുക്തമായിട്ട് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണമല്ലോ. ആ ഫണ്ട് ഇവിടെ സന്ദർശിക്കുന്ന ആൾക്കാരുടെ നിന്ന് തന്നെ വാങ്ങുവാണെങ്കിൽ അവർക്ക് തന്നെ ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഇവിടം ശരിയാക്കുന്നത്. അങ്ങനെ ശരിയാക്കി റെഡിയാക്കി എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു.
അനി നീ അതിന്റെ മുകളിൽ കയറി ഇതാണ് ആ വ്യൂ പോയിന്റ്. വളരെ മനോഹരമായിരിക്കുന്നു. നമ്മൾ ക്യാമറയിൽ നല്ലപോലെ അത് കാണാം, എങ്കിലും നേരിട്ട് ചെന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി വളരെ മനോഹരമാണ്. അവിടുത്തെ കാറ്റും ആ തണുപ്പും ആ വൈബും എല്ലാം കൂടെ നല്ല രസമാണ്. കൊച്ചു കൊച്ചു ദ്വീപുകൾ പോലെ കുഞ്ഞു കുഞ്ഞ് ഒരു ചെടികളുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളാണ്. ജലത്താൽ മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ചയേ അല്ല നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നമുക്കത് മനസ്സിലാവും. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഒത്തിരി ആൾക്കാർ ഒത്തിരി സ്ഥലത്തു നിന്ന് ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് അത് ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഒറിജിനൽ ഓഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ടോ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ്. ഇത് വൈകുന്നേരം രാവിലെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സൂര്യാസ്തമനവും കാര്യങ്ങളൊക്കെ കണ്ടുപോകാം. നമുക്ക് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട്, നമുക്കൊരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഉച്ചയോടുകൂടി തന്നെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ നിന്ന് നമുക്ക് അവിടുത്തെ അവിടെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൻ്റെയൊക്കെ അവിടെ ഇരുന്നിട്ട് നമുക്ക് വൈകുന്നേരം അസ്തമനമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. ഈ കാണുന്നതാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ്. ഇതാണ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ്. വളരെ ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ഒന്ന് വന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം ഒന്ന് വന്ന് ആസ്വദിക്കുക. പ്രായമായൊരു 55 വയസ്സൊക്കെ കഴിഞ്ഞവരൊക്കെ ചുമ്മാ കുത്തിപ്പിടിച്ച് വീട്ടിലിരിക്കാതെ, കഞ്ഞിയും കറിയും വെച്ച് മാത്രം ജീവിക്കാതെ, നല്ല ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെന്ന് കാണുക, വന്ന് കണ്ട് കാണുക. നിങ്ങളിതൊക്കെ വന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് തരുന്നത്. അപ്പോൾ വന്ന് കണ്ട് നിങ്ങളിതൊക്കെ ആസ്വദിക്കണം. ജീവിതം എപ്പോൾ വേണേലും അസ്തമിക്കാവുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ കാണാതെ ഈ ഭൂമിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയാൽ നമ്മൾ ലോകത്തിലെ മണ്ടന്മാരായി പോകും. കുട്ടികളെ ഒന്നും ഒരു പരിധി വരെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവരൊക്കെ അവരുടേതായ ലോകത്ത് കെട്ടിപ്പിടിച്ച് അവരെല്ലാം പോവുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾ 4Kയിലാണ് ചെയ്യുന്നത്. ഈ 4K ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഫുൾ ക്ലാരിറ്റി കിട്ടും. അപ്പം കഴിവതും ആൾക്കാർ ഈ മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഒരു സുഖവും ഭംഗിയും ആസ്വാദനവും നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങൾക്ക് TV ഉണ്ടെങ്കിൽ, സ്മാർട്ട് TV ഉണ്ടെങ്കിൽ ആ TV-യിൽ ഇട്ട് തന്നെ ഇത് കാണണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ പിടിച്ച് 4Kയിലാക്കി നിങ്ങൾക്ക് ഇട്ട് തരുന്നതിൻ്റെ ആ ഭംഗിയും ആ വൈബും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ TV തന്നെ കഴിവതും ആൾക്കാർ കാണാൻ ശ്രമിക്കുക. മൊബൈലിൽ കാണുന്നവർ മൊബൈലിൽ കാണുക, അല്ലെങ്കിൽ മൊബൈലിൽ ഒന്ന് കണ്ടതിന് ശേഷം TV-യിലും കൂടെ ഒന്ന് കാണുക. അപ്പോഴേ ശരിക്കും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയും ഒരു രസവും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം മൊബൈലിൽ ഒരു ഫ്രെയിമിനകത്ത് ഇത് കൊള്ളുകയില്ല. അത്ര വിശാലമായിട്ട് 3 ഡാമുകളുടെ ജലസംഭരണിയല്ലേ ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. പെരിയാറിനെ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുന്ന വെള്ളമാണിത്. നല്ല രസമാണ്. ഒത്തിരി മൊട്ടക്കുന്നുകളും ചെറിയ ചെറിയ ഐലൻഡുമായിട്ട് വളരെ രസമുള്ള ഒരു വൈബാണ്. അത് കാണാം നമുക്ക്.
കണ്ട് തിരിച്ചു പോവുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കാൽവരി മണ്ണിലെ വിശേഷങ്ങൾ. ഒരു നല്ലൊരു ഗാർഡനൊക്കെ അവർ ചെയ്തു വരുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല ഭംഗിയാവുമായിരിക്കും. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കാൽവരി മണ്ണിലെ ഇക്കോ ടൂറിസം കേന്ദ്രം, അയ്യപ്പൻ കോയിൽ റേഞ്ച്, കോട്ടയം ഡിവിഷൻ. ഇടുക്കി ഡാം ബോട്ടിങ് 15 കിലോമീറ്റർ. പെരിയാർ കടുവ സങ്കേതം തേക്കടി 42 കിലോമീറ്റർ. എരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ 63 കിലോമീറ്റർ. പൈൻ ഫോറസ്റ്റ് വാഗമൺ 55 കിലോമീറ്റർ.